പറഞ്ഞു എന്നോട് എലിയും കേട്ട് എന്താണ് അപ്പ ഒരു എലിയും കേട്ട് എന്തമ്മ വിളിക്കുന്നു. ഇത് അഥർവ്, 2.5 വയസ്സേ ഉള്ളു കുഞ്ഞിന്. എറണാകുളം ജില്ലയിലെ പള്ളിപ്പുറം പഞ്ചായത്ത് 11-ാം വാർഡിൽ പൊന്നാത്ത് നികത്ത് വീട്ടിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയായ സജിത്തിൻ്റെയും നയനയുടെയും ഏക മകനായ അഥർവിന് SMA, അതായത് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ രോഗമാണ്. മസിലുകൾ പൊടിഞ്ഞ് ശരീരം തന്നെ തളർന്നു പോകുന്ന അവസ്ഥ. അഥർവിൻ്റെ അസുഖത്തിനുള്ള മരുന്നിൻ്റെ വില 15 കോടിയാണ്. അഥർവിൻ്റെ മാതാപിതാക്കൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഈ തുക. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും അഥർവിനെ സ്വന്തം മകനായി കണ്ട് കഴിയാവുന്ന സഹായം ചെയ്യണേ. അഥർവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ, അപേക്ഷയാണ്. അഥർവിൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. അഥർവിന് SMA എന്ന് പറഞ്ഞൊരു അപൂർവ രോഗമാണ്. മസിലുകൾ ദ്രവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്, പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിലവിലിപ്പോൾ റിസ്റ്റിപ്ലം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഒരു 12 വയസ്സ് വരെ നമുക്ക് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടും. അപ്പോൾ 12 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അത് ഒരു ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു മെഡിസിനാണ്. അത് ജീവിതാവസാനം വരെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആ മരുന്ന് നമ്മൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സ്റ്റില്ലായിട്ട് പോകും. ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് ഇതിനൊരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറയാനായിട്ട് സോൾജൻസ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് കോഴിക്കോട് ആസ്റ്റർ മെംസ് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സ്മീർ ഡോക്ടർ നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് 15 കോടിയാണ് വില വരുന്നത്. അപ്പോൾ ഈ 15 കോടി രൂപയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പലരുടെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യ രക്ഷാധികാരിയായിട്ട് വന്നേക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ MP ശ്രീ ഹൈബി ഈഡൻ, പിന്നെ മുൻ മന്ത്രി ശർമ്മ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു നേതൃത്വത്തിലാണ് ഈ ഒരു ജനകീയ സമിതി വന്നിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളോട് നമ്മൾ ഈ ഒരു കാര്യം അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ ഒരു നല്ലൊരു സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് 15 കോടിയിലെത്താനായിട്ട് ഇനിയും കടമ്പകൾ ഇറക്കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ജനകീയ സമിതിയുടെ അക്കൗണ്ടിൽ ജോയിൻ്റ് അക്കൗണ്ടാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഒരു 21 ലക്ഷത്തിന് മേലെ നിലവിൽ ഫണ്ടായിട്ടുണ്ട്. ഒരു മാസം ആവാറായി. 12 തീയതി കൂടി ആകുമ്പോഴത്തേക്കും ഒരു മാസം ആവുകയാണ്. പക്ഷേ ഇനിയും 15 കോടിയിലെത്താനായിട്ട് ഭയങ്കര ദൂരമാണ്. പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിന് 15 കിലോ തൂക്കത്തിന് മുമ്പായിട്ട് ഈ ഒരു മെഡിസിൻ എടുക്കുകയും വേണം. അപ്പോൾ നമുക്ക് സമയവും വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരാൽ കഴിയുന്ന ഒരു സഹായം നമുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യത്തിന് നമ്മളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്.